നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാന ബിജെപിയുടെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി LDF കൺവീനർ EP ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയത് വൻ വിവാദമായിരിക്കുകയാണ്. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില വിവരങ്ങൾ പുറത്തുവരികയാണ്. കണ്ണൂർ മൊറാഴയിലെ വൈദേകം റിസോർട്ടിലെ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയ്ക്ക് തൊട്ടു പിന്നാലെയാണ് പ്രകാശ് ജാവ്ദേക്കറുമായി EP കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് പുറത്തുവരുന്ന നിർണായക വിവരം. കഴിഞ്ഞ വർഷം മാർച്ച് 2-നായിരുന്നു EPയുടെ ഭാര്യ ചെയർപേഴ്സണായുള്ള വൈദേകം ആയുർവേദ റിസോർട്ടിൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയത്. മാർച്ച് 5-ന് പ്രകാശ് ജാവ്ദേക്കറുമായി EP കൂടിക്കാഴ്ച നടത്തി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിച്ച ജനകീയ പ്രതിരോധ ജാഥയിൽ EP ജയരാജന്റെ അസാന്നിധ്യം ചർച്ചയാകുന്നതിനിടെയായിരുന്നു പ്രകാശ് ജാവ്ദേക്കറുമായി EP കൂടിക്കാഴ്ച നടത്തിയത്. കണ്ണൂരിൽ പോലും EP ജയരാജൻ ജാഥയിൽ നിന്ന് വിട്ടുനിന്നതൊക്കെ വാർത്തയായതാണ്. ജനകീയ പ്രതിരോധ ജാഥ തൃശൂരിൽ നടക്കുന്നതിനിടെയായിരുന്നു EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത്. അന്നുവരെ ജാഥയുടെ ഭാഗമാകാതിരുന്ന EP ജയരാജൻ മാർച്ച് 4-ന് തൃശൂരിൽ ജാഥയുടെ ആദ്യ ദിവസത്തെ സമാപന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു. EP ജയരാജന്റെ കുടുംബത്തിന് ഉയർന്ന ഓഹരി പങ്കാളിത്തമുള്ളതായി ബന്ധപ്പെട്ട് റിസോർട്ടിനെ കുറിച്ച് CPM-നുള്ളിൽ പരാതി വൻ ശക്തമായി ഉയർന്നതാണ്. സംസ്ഥാന കമ്മിറ്റിയിൽ P ജയരാജനായിരുന്നു ഇത്തരത്തിലൊരു വിമർശനം മുന്നോട്ട് വെച്ചത്. പിന്നാലെ ഏപ്രിൽ 15-ന് ഒപ്പുവെച്ച കരാറിൽ റിസോർട്ടിന്റെ നടത്തിപ്പ് ചുമതല BJP നേതാവ് രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള ജൂപ്പിറ്റർ ക്യാപിറ്റലിന് കീഴിലുള്ള നിരാമയ റിട്രീറ്റ്സിന് കൈമാറുകയും ചെയ്തു. എന്തായാലും ഈ ഒരു സംഭവം വളരെ വലിയ രീതിയിൽ രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയാവുകയാണ്. മാത്രമല്ല LDF-ൽ ഈ ഒരു വിഷയത്തിൽ അസ്വാരസ്യം ഉണ്ട്. EP ജയരാജനെതിരെ നടപടിയെടുത്തേക്കാമെന്ന സൂചനകളൊക്കെ കിട്ടുന്നുണ്ട്. അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർണായകമായ ചില പ്രതികരണം നടത്തിയിരുന്നു. അതായത് LDF കൺവീനർ EP ജയരാജൻ കൂട്ടുകെട്ടുകളിൽ ജാഗ്രത കാണിക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. ആളെ പറ്റിക്കാൻ നടക്കുന്നവരുടെ കൂട്ടൊഴിവാക്കണമെന്നും പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാകുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ജയരാജൻ BJP-യിലേക്ക് പോകുമെന്ന പ്രചാരണമെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. കൂട്ടുകെട്ടിന്റെ കാര്യത്തിൽ ജയരാജൻ ജാഗ്രത കാണിക്കാറില്ലെന്നത് നേരത്തെയുള്ള അനുഭവമാണ്. സംശയകരമായ നിലയിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഇതിന് സാക്ഷിയായി വരാൻ കഴിഞ്ഞു. നന്ദകുമാറിന്റെ കേസിലുള്ള ബന്ധം എനിക്ക് നന്നായി അറിയാം. എങ്ങനെയും പണം കിട്ടുമെന്ന് കരുതുന്നയാളാണ് ആ മനുഷ്യൻ. അത്തരം ആളുകളുമായി ബന്ധമോ ലോഹ്യമോ പാടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. എന്തായാലും പ്രകാശ് ജാവ്ദേക്കറുമായി EP ജയരാജൻ കൂടിക്കാഴ്ച നടത്തി എന്ന ആ ഒരു വാർത്ത, മാത്രമല്ല EP ജയരാജൻ BJP-യിലേക്ക് ചേക്കാറാൻ ശ്രമിച്ചു എന്ന BJP നേതാക്കന്മാരുടെ ആരോപണം, ഇതൊക്കെ ഇപ്പോൾ LDF-നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു ആരോപണം EP ജയരാജനെതിരെ വന്നതെന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഈ ഒരു ആരോപണം EP ജയരാജനെ, അതായത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും. മാത്രമല്ല ഈ ഒരു ആരോപണം വലിയ രീതിയിൽ തന്നെ CPM-നെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.